നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മൾ പോളിനേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മാറ്റിക് സർഫസ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് ടൈപ്പ് പോളിനേഷൻ, സെൽഫ് പോളിനേഷനും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്തുണ്ട്, ക്രോസ് പോളിനേഷനും ഉണ്ട്. അപ്പൊ ഒരു ഫ്ലവറിൽ ഇപ്പം അവിടെ ആന്തറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൂടാതെ സ്റ്റിഗ്മയും കാണുന്നത്, അല്ലെങ്കിൽ ഒരു ബൈസെക്ഷൽ ആയ ഫ്ലവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതലും സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, കൂടുക. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ദ ഡെവലപ്പ് എ പ്രോബ്ലം ഇൻ പ്ലാന്റ്സ്. ആ പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലവറിൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റില് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് എന്ത്, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ദ റിഡക്ഷൻ ഇൻ ഫെർട്ടിലിറ്റി ഓർ reproducing capacity of a plant due to continuous self pollination. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിന്റെ ക്വാളിറ്റിയിൽ എന്തുണ്ടാവും, റിഡക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ പ്ലാന്റിലെ ഫെർട്ടിലിറ്റിയിലും റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റിയിലും പ്രൊഡക്ടിവിറ്റിയിലും ഒക്കെ എന്തുണ്ടാവും, റിഡക്ഷൻ ഉണ്ടാവും, കുറവ് വരും. ആ ഒരു പ്രോബ്ലമാറ്റിക് ആയുള്ള കണ്ടീഷനാണ് എന്ത് വിളിക്കുക, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പൊ പ്ലാന്റ്സ് എപ്പോഴും ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നോർമലി നമ്മൾ എന്ത് വിളിക്കുക, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. അപ്പൊ മറന്നു പോകരുതേ, ടു ഓവർകം inbreeding depression, the plants that develop set a outbreeding devices. Outbreeding എന്ന് പറഞ്ഞാൽ എന്താ, to favor cross pollination. അപ്പൊ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്ത് ക്രോസ് പോളിനേഷൻ ഫേവർ ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് അഡോപ്റ്റ് ചെയ്യുന്ന സെറ്റ് മെത്തേഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. അത് എന്ത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു ഓവർകം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പം അതിൽ വരുന്ന മേജർ ആയിട്ടുള്ള ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ്സിൽ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്തിട്ട് എന്ത് നടത്തണം, ക്രോസ് പോളിനേഷൻ നടക്കണം. എന്നാൽ മാത്രമേ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മെത്തേഡ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ പ്രൊഡക്ഷൻ ഓഫ് unisexual flowers. Production of unisexual flowers. അതായത് പ്ലാന്റ്സില് യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്ത് നടക്കില്ല, സെൽഫ് പോളിനേഷൻ നടക്കില്ല. യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൽ ഒന്നെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ യൂണിസെക്ഷൽ ആയുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കില്ല, സെൽഫ് പോളിനേഷൻ നടക്കില്ല. സെൽഫ് പോളിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ്സില് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇപ്പൊ ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവർ ആണ് പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിച്ചു, അവിടെ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യാം, ആന്തറും സ്റ്റിഗ്മയും, ഒരു ബൈസെക്ഷൽ ഫ്ലവറിലെ ആന്തറും സ്റ്റിഗ്മയും ഡിഫറെന്റ് ടൈമില് എന്ത് ചെയ്താൽ മതി, മെച്യൂർ ചെയ്താൽ മതി. അപ്പൊ ഡിഫറെന്റ് ഓർ നമുക്ക് എന്ത് വിളിക്കാം, അസിൻക്രണസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, അസിൻക്രണസ്. സിൻക്രണസ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈം, അസിൻക്രണസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈം. അസിൻക്രണസ് ഡെവലപ്മെന്റ് ഓഫ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. ആന്തറിന്റെയും സ്റ്റിഗ്മയുടെയും ഡെവലപ്മെന്റ് ഡിഫറെന്റ് ടൈമിലായി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും എന്ത് നടക്കില്ല, സെൽഫ് പോളിനേഷൻ നടക്കില്ല. അതായത് ആദ്യം ഇപ്പൊ ആന്തർ ആണ് മെച്യൂർ ചെയ്യുന്നതെങ്കിൽ
പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യും. ബട്ട് അവിടെ ആ ഫ്ലവറിലെ സ്റ്റിഗ്മ മെച്യൂർ ആയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? സെൽഫ് പോളിനേഷൻ നടക്കില്ല. നേരെ മറിച്ച് സ്റ്റിഗ്മയാണ് ആദ്യം മെച്യൂർ ചെയ്യുന്നതെങ്കിൽ പിന്നെയാണ് ആന്തർ മെച്യൂർ ചെയ്യുന്നതെങ്കിൽ വേറെ ഫ്ലവേഴ്സിനുള്ള പോളൻ ഗ്രെയിൻ ആ സ്റ്റിഗ്മയുടെ സർഫസിൽ വന്ന് വീണ് ക്രോസ് പോളിനേഷൻ അവിടെ നടന്നിട്ടുണ്ടാവും. അപ്പൊ ഓർത്തിരിക്കുക, asynchronous development of anther and stigma that prevent self pollination. ഇനി അടുത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തറും സ്റ്റിഗ്മയും ഒരേ ടൈമിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരേ ടൈമിലാണ് മെച്യൂർ ചെയ്യുന്നതെങ്കിൽ, ബൈസെക്ഷൽ ഫ്ലവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെന്റ് ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് പൊസിഷനിൽ നമുക്ക് ആരെ വെക്കാൻ വേണ്ടി പറ്റും? ഡിഫറെന്റ് പൊസിഷനിൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഫറെന്റ് പൊസിഷൻ, ഒരു ഫ്ലവറിൽ തന്നെ ഡിഫറെന്റ് പൊസിഷനിലാണ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ഒരിക്കലും എന്ത് നടക്കാനുള്ള ചാൻസ് കുറവായിരിക്കും? സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം ഒരു ഫ്ലവറിൽ തന്നെയുള്ള പോളൻ ഗ്രെയിൻസ് അതിന്റെ തന്നെ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വീണ് കഴിഞ്ഞാൽ മാത്രമേ സെൽഫ് പോളിനേഷൻ നടക്കുള്ളൂ. അപ്പൊ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഒരേ ഫ്ലവറിൽ തന്നെ ഡിഫറെന്റ് പൊസിഷനിൽ പോളൻ ഗ്രെയിൻസിന് ഒരിക്കലും ആ സ്റ്റിഗ്മയുടെ സർഫസിൽ വന്ന് വീഴാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ പൊസിഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ഒരിക്കലും എന്ത് നടക്കില്ല? സെൽഫ് പോളിനേഷൻ നടക്കില്ല. ഇനി ആദ്യത്തെ 3 കാര്യങ്ങളും ഒരു ഫ്ലവറിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്ലാന്റില് പോസിബിൾ അല്ല എന്ന് വിചാരിച്ചോ. അവിടെ യൂണിസെക്ഷൽ ആയുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരേ ടൈമിലാണ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഡെവലപ്പ് ചെയ്യുന്നത്, ഒരേ അടുത്തടുത്ത പൊസിഷനിലാണ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഒക്കെ ഉള്ളതെങ്കിൽ ചില പ്ലാന്റ്സ് ലാസ്റ്റ് ഒരു മെക്കാനിസം കൂടി ഡെവലപ്പ് ചെയ്യും സെൽഫ് പോളിനേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് വിളിക്കും. അപ്പൊ എന്താ ചോദ്യം വരും? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാലോ, സ്യൂട്ടബിൾ. ഇൻകോമ്പാറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺസ്യൂട്ടബിൾ. അപ്പൊ സെൽഫ് ഇൻകോമ്പാറ്റബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓർ ഫെയിലിയർ ഓഫ് എ പോളൻ ഗ്രെയിൻ to germinate on the same stigmatic surface. അതായത് ഒരു പോളൻ ഗ്രെയിൻസിന് അതിന്റെ തന്നെ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അപ്പൊ മറന്നു വരുതേ, ഇറ്റ് ഈസ് ദ ഫെയിലിയർ or inability or failure of a pollen grain to germinate on the same stigmatic surface. അതായത് same stigmatic surface is known as self incompatibility. It is a genetic mechanism to prevent self pollination. ഇപ്പൊ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ജനറ്റിക് ആയിട്ടുള്ള മെക്കാനിസമാണ് ആരെന്ന് പറയുന്നത്? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയും. ഇപ്പൊ മറന്നു പോകരുതേ, ദീസ് ആർ ദ മേജർ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ടു ഓവർകം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ആരൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അസിൻക്രണസ്, ഡിഫറെന്റ് ടൈമില് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഡെവലപ്പ് ചെയ്യുക, ഡിഫറെന്റ് പൊസിഷനിൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൊക്കേറ്റ് ചെയ്യുക, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. അപ്പം ഇറ്റ് ഈസ് എ ഫെയിലിയർ ഓർ ഇനബിലിറ്റി ഓഫ് എ പോളൻ ഗ്രെയിൻ ടു ജെർമിനേറ്റ് ഓൺ ദ സെയിം സ്റ്റിഗ്മാറ്റിക് സർഫസ്. അതായത് ഒരു പോളൻ ഗ്രെയിൻസ് അതിന്റെ തന്നെ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ സ്റ്റിഗ്മാറ്റിക് സർഫസ് എന്ത് ചെയ്യും? ഓൾറെഡി അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് സെയിം പോളൻ ഗ്രെയിൻ ആണ്, അതുകൊണ്ട് അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ജെർമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ 2 ടൈപ്പ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ട്. ഹയർ ക്ലാസ് എത്തുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക, ഗ്യാമറ്റോഫൈറ്റിക് ആയിട്ടുള്ള സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ട്, സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. There are 2 types of self incompatibility: gametophytic self incompatibility and sporophytic self incompatibility. അപ്പൊ ഇതാണ് മേജർ ആയിട്ടുള്ള ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് ടു overcome inbreeding depression. എന്താ inbreeding depression? It is a inability or failure of a
or it is the റിഡക്ഷൻ ഇൻ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റി, അതായത് റീപ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റിയിലോ ഫെർട്ടിലിറ്റിയിലോ ഒക്കെ റിഡക്ഷൻ ഉണ്ടാവുക ഡ്യൂ ടു കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ഏതൊക്കെയാ? പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അസിൻക്രണസ് ഡെവലപ്മെന്റ് ഓഫ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ, ഡിഫറെന്റ് പുസ്റ്റൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൊക്കേറ്റ് ചെയ്യുക, ആൻഡ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി? It is a genetic mechanism to prevent the germination of the same pollen grain or same pollen grain on the same stigmatic surface. അപ്പോൾ അതാണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷനെ കുറിച്ചാണ്. അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ. അപ്പൊ നമുക്കറിയാം പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മാറ്റിക് സർഫസ് ആണ്. വെൻ ദ പോളൻ ഗ്രെയിൻസ് ആർ ഫാൾ ഓൺ ദ സ്റ്റിഗ്മാറ്റിക് സർഫസ്, അത് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. അപ്പൊ ഇനി ആകെയുള്ളത് നോർമലി എന്താണ്? ഈ ഒരു പോളൻ ഗ്രെയിനും പിന്നെ അവിടെയുള്ള സ്റ്റിഗ്മാറ്റിക് സർഫസും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് നോർമലി പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷന്റെ അകത്ത് നമുക്ക് പറയുന്നത്. അപ്പൊ when the pollen grains are fall on the stigmatic surface, pollen grains stigmatic surfaceൽ fall ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാല് അപ്പം സ്റ്റിഗ്മാറ്റിക് സർഫസ് ആണ് ഡിസൈഡ് ചെയ്യുക പോളൻ ഗ്രെയിന് ജെർമിനേറ്റ് ചെയ്യണോ വേണ്ടേ എന്ന്. ഇപ്പം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ സ്റ്റിഗ്മാറ്റിക് സർഫസ് പോളൻ ഗ്രെയിനെ ജെർമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? അലോ ചെയ്യും. അപ്പൊ ഇഫ് സ്യൂട്ടബിൾ പോളൻ ഗ്രെയിൻസ് ആർ ഫാൾ ഓൺ ദ സ്റ്റിഗ്മാറ്റിക് സർഫസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ജെർമിനേറ്റ്. പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്താ ജെർമിനേഷൻ ഓഫ് പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ? പോളൻ ഗ്രെയിന്റെ അകത്ത് നിന്ന് ഒരു പോളൻ ട്യൂബ് ജേംപോർ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളൻ ജെർമിനേഷൻ എന്ന് വിളിക്കും. അപ്പം സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ സ്പീഷീസിലുള്ള പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ആ സ്റ്റിഗ്മാറ്റിക് സർഫസ് എന്ത് അലോ ചെയ്യും? ജെർമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി അത് എന്ത് ചെയ്യും? അനുവദിക്കും. അപ്പൊ ഇനി ഡിഫറെന്റ് ആയുള്ള സ്പീഷീസ് ആണെങ്കിൽ the pollen grains that do not germinate on the stigmatic surface. അതുകൊണ്ടാണ് ചെമ്പരത്തിയിലെ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് റോസിന്റെ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല? ജെർമിനേറ്റ് ചെയ്യില്ല. കാരണം ഒരേ സ്പീഷീസിലുള്ള പോളൻ ഗ്രെയിൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്റ്റിഗ്മയുടെ സർഫസിൽ എന്ത് നടക്കുള്ളൂ? ജെർമിനേഷൻ നടക്കുള്ളൂ. സ്റ്റിഗ്മയുടെ സർഫസിൽ ഒരു ഷുഗറി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ആ ഷുഗറി ആയിട്ടുള്ള സബ്സ്റ്റൻസസിന്റെ പ്രസൻസിലാണ് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ എന്ത് ചെയ്യുക? ജെർമിനേറ്റ് ചെയ്യുക. ഇപ്പൊ പോളൻ ഗ്രെയിൻസ് കോമ്പാറ്റബിളിനാണെങ്കിൽ ദാറ്റ് വിൽ ജെർമിനേറ്റ് ഓൺ ദ സർഫസ് ഓഫ് സ്റ്റിഗ്മ. ഇപ്പൊ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? എ പോളൻ ട്യൂബ് ദാറ്റ് protrudes out ത്രൂ ദ ജേംപോർ. അതായത് ജേംപോറിലൂടെ ഒരു ചെറിയ പോളൻ ട്യൂബ് എന്ത് ചെയ്യും? പുറത്തോട്ട് തള്ളി വരും. പ്രൊട്രൂഡ്സ് ഔട്ട് ത്രൂ ദ ജേംപോർ. അപ്പൊ ആ പ്രൊട്രൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോളൻ ട്യൂബ് ആരുടെ അടുത്തോട്ട് വളരും? ആ പോളൻ ട്യൂബ് ദാറ്റ് ഗ്രോസ് ടുവേർഡ്സ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എംബ്രിയോസാക്. അപ്പൊ ഈ എംബ്രിയോസാക്കിലോട്ട് വളരുന്നത് ഏതു വഴിയാണ്? ത്രൂ ദ സ്റ്റൈൽ. അപ്പം ഓർത്തിരിക്കണേ, സ്റ്റിഗ്മയില് ജെർമിനേറ്റ് ചെയ്ത പോളൻ ഗ്രെയിന് അതിന്റെ പോളൻ ട്യൂബ് സ്റ്റൈലിലൂടെ ആരുടെ അടുത്തോട്ട് വളരും? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസാക്കിന്റെ അടുത്തോട്ട് എന്ത് ചെയ്യും? വളരും. അപ്പൊ എംബ്രിയോസാക്കിന്റെ അടുത്തോട്ട് പോളൻ ട്യൂബ് ഗ്രോ ചെയ്യും ത്രൂ ദ സ്റ്റൈൽ. അങ്ങനെ പോളൻ ട്യൂബ് വളരുന്ന സമയത്ത്
നോർമലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോളൻ ഗ്രെയിൻസ് ആർ നോർമലി ഷെഡ് ചെയ്യുന്നത് 2 സെൽഡ് സ്റ്റേജിലും ഉണ്ട് 3 സെൽഡ് സ്റ്റേജിലും ഉണ്ട് എന്ന് വിചാരിച്ചോ. 2 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ്റെ അകത്ത് ആരൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ? വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. 3 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും. അപ്പൊ 2 സെൽഡ് സ്റ്റേജില് അവര് ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമേറ്റ്സ് ആയിട്ട് മാറും. ആ 2 മെയിൽ ഗമേറ്റ്സ് ആരുടെ ടിപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും? പോളൻ ട്യൂബിന്റെ ടിപ്പിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതായത് പോളൻ ട്യൂബ് ദാറ്റ് ക്യാരീസ് 2 മെയിൽ ഗമേറ്റ്സ്, പോളൻ ട്യൂബ് ദാറ്റ് ക്യാരീസ് 2 മെയിൽ ഗമേറ്റ്സ്. പോളൻ ട്യൂബിന്റെ അകത്ത് നമുക്ക് 2 മെയിൽ ഗമേറ്റ്സിനെ കാണാൻ വേണ്ടി പറ്റും. അത് ഗ്രോ ചെയ്യുക ആരുടെ അടുത്തോട്ടാണ്? താഴെയുള്ള ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസാക്കിന്റെ അടുത്തോട്ടാണ്. എംബ്രിയോസാക്ക് എവിടെയാ കാണുക? ഓവറിക്കകത്തെ ഒവ്യൂളിന്റെ അകത്താണ് ആരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക? എംബ്രിയോസാക്കിനെ കാണാൻ വേണ്ടി പറ്റുക. ഇനി പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ, അല്ലെങ്കിൽ പോളൻ ട്യൂബിന്റെ ഗ്രോത്തിനെ ഗൈഡ് ചെയ്യുന്നത് എംബ്രിയോസാക്കിന്റെ കാണുന്ന സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ആരാണ്? ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഓർത്തിരിക്കണേ, നമ്മൾ എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുകളിൽ 3 ആന്റിപോഡൽ സെൽസ് ഉണ്ടാവും, താഴെ ഒരു എഗ് അപ്പാരറ്റസ് ഉണ്ടാവും. ആ എഗ് അപ്പാരറ്റസ് ആരൊക്കെ ഉണ്ടാവും? ഒരു എഗ്ഗും ഉണ്ടാവും, 2 സിനർജിഡ്സും ഉണ്ടാവും. ആ സിനർജിഡ്സിന്റെ ഒക്കെ താഴെ ആയിട്ട് കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനാണ് എന്ത് വിളിക്കുക? ഫിലിഫോം അപ്പാരറ്റസ് എന്ന് വിളിക്കുക. ഈ ഫിലിഫോം അപ്പാരറ്റസ് റിലീസ് ചെയ്യുന്ന സെർട്ടൈൻ കെമിക്കൽസിന്റെ പ്രസൻസ് അനുസരിച്ചിട്ടാണ് ആരുടെ ഗ്രോത്ത് നടക്കുക? പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് എംബ്രിയോസാക്കിന്റെ അടുത്തോട്ട് നടക്കുക. അപ്പം പോളൻ ട്യൂബിന്റെ ഗ്രോത്തിനെ ഗൈഡ് ചെയ്യുന്നത് the chemicals which are released by the filiform apparatus. അപ്പൊ പോളൻ ട്യൂബ് സ്റ്റൈല് വഴി താഴേക്ക് വളരും. ആരുടെ അടുത്തെത്തും? എംബ്രിയോസാക്കിന്റെ അടുത്തെത്തുകയും എംബ്രിയോസാക്കിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം പോളൻ ട്യൂബിന്റെ അകത്തുള്ള മെയിൽ ഗമേറ്റ് ആരുടെ അകത്തോട്ട് റിലീസ് ചെയ്യണം? ഫീമെയിൽ ഗമേറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസാക്കിന്റെ അകത്തോട്ട് റിലീസ് ചെയ്യണം. അപ്പൊ when the pollen tube that reaches the surface of embryosac സർഫസിലോട്ട് പോളൻ ട്യൂബ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എംബ്രിയോസാക്കിന്റെ താഴെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു എഗ്ഗും ഉണ്ട്, ആരും ഉണ്ട്? 2 സിനർജിഡ്സും ഉണ്ട്. 1 egg and 2 സിനർജിഡ്സ്. അതില് ഏതെങ്കിലും ഒരു സിനർജിഡ് അങ്ങ് എന്ത് ചെയ്തു പോവും? ഡീജനറേറ്റ് ചെയ്തു പോവും. എന്ത് ചെയ്തു പോവും? ഡീജനറേറ്റ്. അപ്പൊ ഓർത്തിരിക്കണേ, when the pollen tube that carries 2 male gametes reaches the surface of the embryo sac, one of the synergids get degenerated. ഏതെങ്കിലും ഒന്ന് അഴുകി പോവും. അപ്പൊ അവിടെ എന്ത് ഫോം ചെയ്യും? The develop an opening. അവിടെ ഒരു ഓപ്പണിംഗ് ഫോം ചെയ്യും. ആ ഓപ്പണിംഗ് വഴി ആരെ റിലീസ് ചെയ്യും? ഈ ഒരു പോളൻ ട്യൂബിന്റെ അകത്തുള്ള 2 മെയിൽ ഗമേറ്റിനെ റിലീസ് ചെയ്യും. ഇതാണ് ഏതിന്റെ അകത്ത് വരുന്നത്? പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷന്റെ അകത്ത് വരുന്നത്. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. ഇനി ഇൻകോമ്പാറ്റബിൾ ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ജെർമിനേറ്റ് ചെയ്യില്ല. ഒരേ സ്പീഷീസിലുള്ള പോളൻ ഗ്രെയിൻസ് മാത്രമേ സെയിം സ്പീഷീസുള്ള സ്റ്റിഗ്മാറ്റിക് സർഫസിൽ എന്ത് ചെയ്യുള്ളൂ? ജെർമിനേറ്റ് ചെയ്യുള്ളൂ. ഇനി ജെർമിനേറ്റ് ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻ അകത്ത് നിന്ന് ജെം പോറിലൂടെ ഒരു ചെറിയ ട്യൂബ്, പോളൻ ട്യൂബ് എന്ത് ചെയ്യുക? പ്രൊട്രൂഡ് ചെയ്ത് വരിക, പുറത്തോട്ട് തള്ളി വരിക. അതില് 2 മെയിൽ ഗമേറ്റ്സ് ഉണ്ടാവുകയും ചെയ്യും. മെയിൽ ഗമേറ്റ്സ് ആരുന്ന ഉണ്ടാവുക? ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും. ഇനി പോളൻ ട്യൂബ് ആരുടെ അടുത്തോട്ടാണ് ഗ്രോ ചെയ്യുക? താഴെയുള്ള എംബ്രിയോസാക്കിന്റെ അടുത്തോട്ടാണ് ഗ്രോ ചെയ്യുക. ആര് വഴിയാണ് ഗ്രോ ചെയ്യുക? സ്റ്റൈല് വഴിയാണ് ഗ്രോ ചെയ്യുക.
ആ സ്റ്റൈല് വഴി ഈ എംബ്രിയോ സാക്കിന്റെ അടുത്തോട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ സെർട്ടൻ കെമിക്കൽസിനെ സെൻസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യുക. ആ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നത് എംബ്രിയോ സാക്കിന്റെ അകത്തുള്ള സിനർജിസിന്റെ താഴെ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതിനെയാണ് എന്ത് വിളിക്കുക, ഫിലിഫോം അപ്പാരറ്റസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ കെമിക്കൽസിന്റെ പ്രസൻസ് അനുസരിച്ച് ഇവർ കറക്റ്റ് ആയിട്ട് എംബ്രിയോ സാക്കിന്റെ അടുത്തോട്ട് വളരുകയും എംബ്രിയോ സാക്കിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എഗ് അപ്പാരറ്റസിലെ ഏതെങ്കിലും ഒരു സിനർജിഡ് എന്ത് ചെയ്യും, അഴുകിപ്പോവും, ഡീജനറേറ്റ് ചെയ്തു പോകുമ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുകയും ആ ഓപ്പണിംഗ് വഴി ആരെന്റർ ചെയ്യുകയും ചെയ്യും, പോളൻ ട്യൂബ് എന്റർ ചെയ്യുകയും ചെയ്യും. ആ പോളൻ ട്യൂബിന്റെ അകത്ത് ആരുണ്ട്, 2 മെയിൽ ഗമേറ്റ് ഉണ്ട്. ടിപ്പിൽ 2 മെയിൽ ഗമേറ്റ് ഉണ്ട്. ആ മെയിൽ ഗമേറ്റ് എംബ്രിയോ സാക്കിന്റെ അകത്തോട്ട് എന്ത് ചെയ്യുകയും ചെയ്യും, റിലീസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ആരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷനെ കുറിച്ച് പറയാനുള്ളത്. പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീണ് ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഉണ്ടായി. അത് ആരുടെ അടുത്തോട്ട്, ഈ ഒരു എംബ്രിയോ സാക്കിന്റെ അടുത്തോട്ട് വളരും. എംബ്രിയോ സാക്കിന്റെ മൈക്രോപൈലാർ റീജിയനിലൂടെ പോളൻ ട്യൂബ് ആരുടെ അകത്തോട്ട് എന്റർ ചെയ്യും, ഈ ഒരു എംബ്രിയോ സാക്കിന്റെ അകത്തോട്ട് എന്റർ ചെയ്യും. ഏതെങ്കിലും ഒരു സിനർജിഡ് എന്ത് ചെയ്തിട്ട്, ഡീജനറേറ്റ് ചെയ്തിട്ട്, എന്നിട്ട് 2 മെയിൽ ഗമേറ്റ്സിന്റെയും റിലീസ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നോർമലി പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീണ് അല്ലെങ്കിൽ പോളിനേഷൻ നടന്നതിന് ശേഷം പിന്നെ പോളൻ ട്യൂബ് ഉണ്ടായി 2 മെയിൽ ഗമേറ്റ് എംബ്രിയോ സാക്കിന്റെ അകത്തോട്ട് എന്ത് റിലീസ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇന്റർമിക്സിംഗ് ഓഫ് സുപ്പീരിയർ ക്യാരക്ടേഴ്സ്. അതായത് ഒരു സുപ്പീരിയർ ആയുള്ള പ്ലാന്റും വേറൊരു സുപ്പീരിയർ ആയുള്ള പ്ലാന്റും മിക്സ് ചെയ്തിട്ട് വേറൊരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു യങ് വൺസ് അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ട് നടക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ മറന്നു വരുന്നത് ഇറ്റ് ഈസ് എ ഇന്റർമിക്സിംഗ് ഓഫ് സുപ്പീരിയർ ക്യാരക്ടേഴ്സ്. ഇത് നമ്മൾ മേജർ ആയിട്ട് നോക്കുന്നത് ഈ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷനും പോളിനേഷനിലുമാണ് നമ്മൾ എന്ത് ഇൻവോൾവ് ചെയ്യുന്നത്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ഇൻവോൾവ്മെന്റോട് കൂടി നടക്കുന്ന ഒരു പോളിനേഷനും അല്ലെങ്കിൽ ഇന്റർമിക്സിംഗ് ഓഫ് സുപ്പീരിയർ ആയ ക്യാരക്ടേഴ്സിനാണ് എന്ത് വിളിക്കുക, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പിലൂടെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പാരന്റ്സ് എന്ന് പറയും. ഇത് നിങ്ങൾ ഈ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാനുണ്ട്. എന്നാലും ജസ്റ്റ് ഇപ്പോൾ ഓർത്തിരിക്കുക, സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പാരന്റ്സ്. അതായത് 2 സുപ്പീരിയർ ആയിട്ടുള്ള 2 നല്ല ക്വാളിറ്റി ഉള്ള 2 പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നോർമലി എന്തായിരിക്കും, മെജോറിറ്റി ബൈസെക്ഷൽ ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. അതിൽ ഒരു പാരന്റിനെ നമ്മൾ മെയിൽ പാരന്റ് ആയിട്ടും അടുത്തതിനെ ഫീമെയിൽ പാരന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഏതാണോ ഫീമെയിൽ പാരന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ആ ഫീമെയിൽ ആയിട്ടുള്ള പ്ലാന്റ്സിൽ നമ്മൾ എന്ത് നടത്തുക, രണ്ടാമത്തെ സ്റ്റെപ്പില് ഇമാസ്കുലേഷൻ നടത്തുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇമാസ്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് സ്റ്റേമെൻസ് അല്ലെങ്കിൽ ആന്തേഴ്സ്. ഓർത്തിരിക്കണേ, റിമൂവൽ ഓഫ് സ്റ്റേമെൻസ് ഓർ ആന്തേഴ്സ് from a bisexual flower during bud condition. അതായത് ഫ്ലവർ, ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവർ ബഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് നിന്ന് ആന്തേഴ്സ് അല്ലെങ്കിൽ സ്റ്റേമെൻസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറിനെ ഫീമെയിൽ ഫ്ലവർ ആക്കി മാറ്റുന്ന സ്റ്റെപ്പിനെയാണ് എന്ത് വിളിക്കുക, ഇമാസ്കുലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇമാസ്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഫീമെയിൽ ആയിട്ടുള്ള പാരന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇമാസ്കുലേഷൻ നടത്തിയിട്ടുള്ള ഈ ഫ്ലവറിനെ നമ്മൾ ബാഗ് ചെയ്യണം. അതായത് അതിനെ നമ്മൾ പേപ്പർ ബാഗ് വെച്ചിട്ട് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ബാഗിംഗ് ഓഫ് ഇമാസ്കുലേറ്റഡ് ഫ്ലവർ. ഇമാസ്കുലേറ്റഡ് ആയിട്ടുള്ള ഫ്ലവറെ നമ്മൾ ബാഗ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേപ്പർ ബാഗ് യൂസ് ചെയ്ത് നല്ലപോലെ കെട്ടി വെക്കണം.
അതിനുശേഷമാണ് നമ്മൾ എന്ത് നടത്തുക, നമുക്ക് വേണ്ട പോളൻ ഗ്രെയിൻസ് ഈ ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിന്റെ സ്റ്റിഗ്മാറ്റിക് സർഫസിന്റെ മുകളിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോൾ ചെയ്യിക്കണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രോസിംഗ് എന്ന് വിളിക്കും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പോളിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രോസിംഗ്. നമുക്ക് വേണ്ട പോളൻ ഗ്രെയിൻസ് ആ ഇമാസ്കുലേഷൻ നടത്തിയിട്ടുള്ള ഫ്ലവറിന്റെ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീട്ടുന്നതാണ് എന്ത് വിളിക്കുക, ക്രോസിംഗ് എന്ന് വിളിക്കാം. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ റീബാഗിങ് നടത്തണം. റീബാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസിംഗ് നടത്തിയതിനു ശേഷം ആ ഫ്ലവറിനെ വീണ്ടും പേപ്പർ ബാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അപ്പൊ ഫൈനൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നോർമലി സുപ്പീരിയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. ദീസ് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻ hybridization or artificial hybridization. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. എന്നാൽ ജസ്റ്റ് ഓർത്തിരിക്കുക, പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ പറയുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സുപ്പീരിയർ ആയുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സുപ്പീരിയർ ആയുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയുള്ള ടെക്നിക്കാണ് എന്ത്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അതിലെന്താണ് നമ്മൾ ചെയ്യുക, ആദ്യം രണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ഒന്നിനെ മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റുമായിട്ട്, ഫീമെയിൽ പാരന്റുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ ഫീമെയിൽ പാരന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഫ്ലവറിൽ നമ്മൾ എന്ത് നടത്തും, ഇമാസ്കുലേഷൻ നടത്തും. അപ്പം ഒരു ബൈസെക്ഷൽ ഫ്ലവറിന് സ്റ്റേമെൻസ് മൊത്തം റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആന്തേഴ്സ് മൊത്തം റിമൂവ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് എന്ത് വിളിക്കുക, ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ നടത്തിയതിനു ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, ബാഗ് ചെയ്ത് വെക്കണം, കവർ ചെയ്ത് വെക്കണം. എന്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അൺവാണ്ടഡ് ആയിട്ടുള്ള പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിനുശേഷം ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ പോളൻ ഗ്രെയിൻസ് അതിന്റെ സിഗ്മയുടെ സർഫസിൽ വീട്ടി കൊടുക്കുക. അതിനെയാണ് എന്ത് വിളിക്കുക, ക്രോസിംഗ്. അതിനുശേഷം വീണ്ടും അതിനെ റീബാഗ് ചെയ്ത് വെക്കണം, കവർ ചെയ്ത് വെക്കണം. ഫൈനൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, സുപ്പീരിയർ ആയുള്ള പ്ലാന്റ്സ് നമുക്ക് കിട്ടും. ഇതിനെയാണ് എന്ത് വിളിക്കുക, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടാവും സെക്ഷൽ റീപ്രൊഡക്ഷന് 3 ഇവന്റ് ആണല്ലോ അല്ലെ. ഏതൊക്കെയാണ്, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറയും. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഗമേറ്റ്സിന്റെ പ്രൊഡക്ഷനും ഗമേറ്റിന്റെ ട്രാൻസ്ഫറുമാണ് ഇതിന്റെ അകത്ത് വരിക, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിൽ വരിക. അതായത് ഫെർട്ടിലൈസേഷന് തൊട്ട് മുന്നേയുള്ള ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് വിളിക്കുക. അപ്പം ഓൾ ദ ഇവന്റ്സ് ജസ്റ്റ് പ്രയർ ടു ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്. ഫീമെയിൽ ഗ്യാമേറ്റും മെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ മുന്നേ എന്തോ കാര്യങ്ങൾ നടക്കും, അതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിൽ വരിക. അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അതായത് ഗമേറ്റ്സ് ഫോം ചെയ്തു, ഗമേറ്റ് പോളിനേഷൻ എന്ന് പറയുന്ന മെക്കാനിസം വഴി എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു, പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഇവന്റ് ആയിട്ടുള്ള ആരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്, ഫെർട്ടിലൈസേഷൻ ഇവന്റിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തെ ഇവന്റ് എന്തായിരുന്നു, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ്. രണ്ടാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇവിടെയാണ് ആക്ച്വൽ ആയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് എന്ത് ചെയ്യുക, ഫ്യൂഷൻ നടക്കുക. അപ്പം ഓർത്തിരിക്കുക, പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷന് ശേഷം നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മൈക്രോപൈലാർ റീജിയനിലൂടെ, ഓർത്തിരിക്കണേ, മൈക്രോപൈലാർ റീജിയനിലൂടെ, ഒവ്യൂളിന്റെ മൈക്രോപൈലാർ റീജിയനിലൂടെ പോളൻ ട്യൂബ് എൻറ്റർ ചെയ്യുകയും എംബ്രിയോസാക്കിലെ വൺ ഓഫ് ദ സിനർജിഡ്, ഓർത്തിരിക്കണേ, ഏതെങ്കിലും ഒരു സിനർജിഡ് ഡീജനറേറ്റ് ചെയ്യുകയും, വൺ ഓഫ് ദ സിനർജിഡ് ഡീജനറേറ്റ്, ഏതെങ്കിലും ഒരു സിനർജിഡ് ഡീജനറേറ്റ് ചെയ്യുകയും അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുകയും ആ ഓപ്പണിംഗ് വഴി 2 മെയിൽ ഗമേറ്റ്സ് എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, എംബ്രിയോസാക്കിന്റെ അകത്തോട്ട് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം 2 male gametes are released into the embryo sac through the micropylar region of ovule, and one of the synergid get degenerated and results in the formation of an opening. Through this opening, the pollen tube that releases 2 male gametes. ആക്ച്വലി പോളൻ ട്യൂബ് എങ്ങനെയാണ് റിലീസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളൻ ട്യൂബിന്റെ ടിപ്പ് അങ്ങ് എന്ത് ചെയ്യും, ബേസ്റ്റ് ചെയ്യും, അതങ്ങ് പൊട്ടിയിട്ട് 2 മെയിൽ ഗമേറ്റ്സിനെ ആരുടെ അകത്തോട്ട് റിലീസ് ചെയ്യും, ഈ ഒരു എംബ്രിയോസാക്കിന്റെ അകത്തോട്ട് റിലീസ് ചെയ്യും. ആ എംബ്രിയോസാക്കിന്റെ അകത്ത് ഇപ്പൊ ആരുണ്ട്, 2 മെയിൽ ഗമേറ്റ്സ് ഉണ്ട്. 2 മെയിൽ ഗമേറ്റ്സ് ആരുടെ അകത്തുണ്ട്, എംബ്രിയോസാക്കിന്റെ അകത്തുണ്ട്. അതിലെ ഒരു മെയിൽ ഗമേറ്റ്, ഓർത്തിരിക്കണേ, one of the male gamete fuses with
ഫീമെയിൽ ഗമേറ്റ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എഗ് എന്ന് വിളിക്കുക. അപ്പൊ വൺ ഓഫ് ദ മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് എഗ്. എഗ് എവിടെയാ കാണുക, എംബ്രിയോസാക്കിന്റെ അകത്ത് എഗ് അപ്പാരറ്റസിൽ കാണുന്ന എഗ്ഗുമായിട്ട് അല്ലെങ്കിൽ ഫീമെയിൽ ഗമേറ്റുമായിട്ട് എന്ത് ചെയ്തു, ഫ്യൂസ് ചെയ്തു. ഫ്യൂസ് ചെയ്തുണ്ടാവുന്ന പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സൈഗോട്ട് എന്ന് വിളിക്കും. എന്താ വിളിക്കുക, സൈഗോട്ട്. അപ്പൊ വൺ ഓഫ് ദ മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് egg in the egg apparatus results in the formation of a zygote. Zygote എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ, ഹാപ്ലോയിഡ് ആയിരിക്കോ ഡിപ്ലോയിഡ് ആയിരിക്കോ? It is a diploid structure. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സെറ്റ് ക്രോമസോം ഉള്ള സ്ട്രക്ചറിനെയാണ് എന്ത് വിളിക്കുക, ഡിപ്ലോയിഡ്. ഒറ്റ സെറ്റ് ക്രോമസോം ഉള്ള സ്ട്രക്ചർ നമുക്ക് എന്ത് വിളിക്കാം, ഹാപ്ലോയിഡ് എന്ന് വിളിക്കാം. അപ്പൊ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അതിനെയാണ് എന്ത് വിളിക്കുക, സൈഗോട്ട് എന്ന് വിളിക്കുക. അപ്പൊ ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്ന ആ ഒരു ഫ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗമി എന്ന് വിളിക്കും. എന്താ വിളിക്കുക, സിംഗമി. അപ്പൊ ഹിയർ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ടേക്സ് പ്ലേസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലോയിഡ് സൈഗോട്ട് ഈസ് നോൺ ആസ് സിംഗമി. അത്തരത്തിലുള്ള ഫ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗമി. ഇനി വേറൊരു മെയിൽ ഗമേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അതർ മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് ടു പോളാർ ന്യൂക്ലിയൈ. രണ്ട് പോളാർ ന്യൂക്ലിയൈ എവിടെയുണ്ട്, ഈ ഒരു എംബ്രിയോസാക്കിന്റെ സെൻട്രൽ റീജിയനിലായിട്ടുണ്ട്. പോളാർ ന്യൂക്ലിയൈ ഇൻ ദ സെൻട്രൽ സെൽ. സെൻട്രൽ സെല്ലിലെ രണ്ട് പോളാർ ന്യൂക്ലിയയുമായിട്ട് അടുത്ത മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ റിസൾട്ടിങ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ആ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിനെ ജനറലി നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻ എന്ന് പറയും. എന്താ വിളിക്കുക, പെൻ, PEN, പെൻ എന്ന് വിളിക്കും. അപ്പൊ അനദർ മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് ടു പോളാർ ന്യൂക്ലിയൈ ഇൻ ദ സെൻട്രൽ സെൽ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻ എന്ന് വിളിക്കും കേട്ടോ. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിനെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രിപ്ലോയിഡ് സ്ട്രക്ചർ. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 3N ആയിരിക്കും. എത്ര സെറ്റ് ക്രോമസോം ഉണ്ട്, 3 സെറ്റ് ക്രോമസോം. അതെങ്ങനെയാണ് 3 സെറ്റ് ക്രോമസോം ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ക്രോമസോം മെയിൽ ഗമേറ്റിലുള്ള, മെയിൽ ഗമേറ്റ് ഹാപ്ലോയിഡ് ആണ്, ഒരു സെറ്റ് ക്രോമസോം ഉള്ള മെയിൽ ഗമേറ്റും പോളാർ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ട്, അവിടെയുള്ള 2 സെറ്റ് ക്രോമസോം. അങ്ങനെ ടോട്ടൽ 3 സെറ്റ് ക്രോമസോം ഉള്ള സ്ട്രക്ചർ ആണ് ആര്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഓർ പെൻ എന്ന് പറയും. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ലെങ്കിൽ പെൻ എന്ന് പറയുന്നത് എന്ത് സ്ട്രക്ചർ ആണ്, ട്രിപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പൊ ഇവിടെ 3 ന്യൂക്ലിയകളാണ് അല്ലെങ്കിൽ 3 സെറ്റ് ക്രോമസോമുകളാണ് എന്ത് ചെയ്യുന്നത്, 3 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയകളാണ് എന്ത് ചെയ്യുക, ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്ന ആ ഫ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക, ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പൊ ഒരു ആൻജിയോസ്പേമിന്റെ കേസിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ 2 തരത്തിൽ ഫ്യൂഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഒരു മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. ആ ഒരു ഫ്യൂഷനെയാണ് എന്ത് വിളിക്കുക, സിംഗമി. അനദർ മെയിൽ ഗമേറ്റ് 2 പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്തുണ്ടാവും സ്ട്രക്ചർ എന്ത് വിളിക്കാം, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് എ ട്രിപ്ലോയിഡ് സ്ട്രക്ചർ. ആ ഫ്യൂഷനെ നമുക്ക് എന്ത് വിളിക്കാം, ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പൊ ആൻജിയോസ്പേമിന്റെ അകത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ 2 ഫ്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആൻജിയോസ്പേമിലെ ഫെർട്ടിലൈസേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക, ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഇൻ ആൻജിയോസ്പേം ദ ഡബിൾ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. എന്താ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ
ടുഗദർ നോൺ ആസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സിംഗമിയെയും ട്രിപ്പിൾ ഫ്യൂഷനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അപ്പൊ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ together known as double fertilization. It is the characteristic feature of angiosperms. Angiosperm plants or flowering plants ന്റെ characteristic feature ആണ് എന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. രണ്ട് ഫ്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും, മറ്റത് സെൻട്രൽ സെല്ലിലെ രണ്ട് പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടാവും. പ്ലോയിഡ് മറന്നു വരുന്നത്, സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്, പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ് ട്രിപ്ലോയിഡ് ആയുള്ള സ്ട്രക്ചർ ആണ്. അവിടെ 3 സെറ്റ് ക്രോമസോംസ് ആണ് നോർമലി ഉള്ളത്. ഇതാണ് ഫെർട്ടിലൈസേഷൻ ഇവന്റിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്.